പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും, ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും, ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു. ശബരിമല സന്നിധാനത്ത് അയ്യപ്പ ഭക്തരെ ഭക്തിയിൽ ആറാടിച്ച് ഭക്തിഗാനസുധ വൈക്കം രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ഭക്തിഗാനസുധ അവതരിപ്പിച്ചത് ഗാന്ധർവ് മ്യൂസിക്കാണ്. 5ാം വർഷമാണ് ഗാന്ധർവ് മ്യൂസിക് ടീം സന്നിധാനത്ത് ഭക്തിഗാനസുധ അവതരിപ്പിക്കുന്നത്. ശബരിമല സന്നിധാനത്തെ ഭക്തിയിൽ അലിയിപ്പിച്ച് സംഗീത സംവിധായകൻ വൈക്കം രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഭക്തിഗാനസുധ അയ്യപ്പ ഭക്തരെ ആനന്ദ ലഹരിയിലാക്കി. തുടർച്ചയായി 5ാം വർഷമാണ് ഇവർ ഭക്തിഗാനസുധ സന്നിധാനത്തെ പന്തലിൽ അവതരിപ്പിക്കുന്നത്. ഇർദുൽ മോഹൻ, ബാലമുരളി, നെടുമ്പ്രം ശ്രീകാന്ത് എന്നിവരാണ് ആലാപനം. ഓമനക്കുട്ടം പാണാവള്ളി, രഞ്ജിത്ത് ഗന്ധർവ്, ഉമേഷ് സുധാകർ, ജഗദീഷ് കുമാർ, സുകേഷ് കെ ദിവാകർ എന്നിവരാണ് ഓർക്കസ്ട്ര. ഇത് 5ാം വർഷമാണ് ഗന്ധർവ് മ്യൂസിക് സന്നിധാനത്ത് ഭക്തിഗാനസുധ അവതരിപ്പിക്കുന്നത്. ഇനിയുള്ള വർഷങ്ങളിലും സന്നിധാനത്ത് ഭക്തിഗാനസുധ അയ്യപ്പസ്വാമി അനുവദിച്ചാൽ നടത്തുമെന്ന് മ്യൂസിക് ടീം പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, ശബരിമല. പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും, ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും, ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു.